ക്രൈം സീനിലേക്ക് മോർഗൻ എത്തിയത് ചുച്ചുരുമണി ക്ലോയിയെയും കൊണ്ടായിരുന്നു. കാരണം ലുഡോ ഏവയും എലീറ്റിനെയും കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ക്രൈം സീനിൽ ഒരാൾ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. കാരഡക്ക് അവിടെയുണ്ട്. ഓസും ഡാഫ്നിയും ഒരാളോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മരിച്ച ആളുടെ പേര് മാർവിൻ പ്രൈസ്. ബേസ്ബോൾ കമന്റേറ്റർ ആണ്. ആൾ വളരെ ഫേമസും ആണ്. അപ്പോൾ ഓസും ഡാഫ്നിയും സംസാരിച്ചുകൊണ്ടിരുന്ന ആ ആളെയും കൂട്ടി അങ്ങോട്ട് വരുന്നു. അയാൾ ആക്രി വെറുക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അയാൾ ഈ അപകടം നേരിട്ട് കണ്ടയാളാണ്. ഒരു കാർ മാർവിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് റിവേഴ്സ് വന്ന് മാർവിന്റെ മേലെ കൂടി കയറ്റി ഇറക്കിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആ കാർ ആ ദിശയിലേക്കാണ് പോയത് എന്ന് പറഞ്ഞ് അയാൾ ഒരു സൈഡിലേക്ക് കൈ ചൂണ്ടി കാണിക്കുന്നു. അപ്പൊ മോർഗൻ അവിടെ പരിശോധിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ അടുത്ത് നിന്നും ഒരു ടേപ്പ് എടുത്ത് ആ കാർ ബ്രേക്ക് ഇട്ട ടയർ അടയാളത്തിന്റെ അളവെടുക്കുന്നുണ്ട്. അപ്പൊ ആക്രിക്കാരൻ പറയുന്നത് അങ്ങോട്ട് പോയ കാർ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല, അതുപോലെ അതിന്റെ ശബ്ദം വളരെ കൂടുതലായിരുന്നു എന്നാണ്. അപ്പൊ മോർഗൻ പെട്ടെന്ന് അതൊരു ജെൻസൺ ഇന്റർസെപ്റ്റർ ആണ്, മലാഗ ബ്ലൂ കളർ എന്ന് പറയുന്നു. അതെങ്ങനെ മോർഗന് മനസ്സിലായി എന്ന് വെച്ചാൽ പഴയ ജെയിംസ് ബോണ്ട് ഈ കാറാണ് ഉപയോഗിച്ചിരുന്നത്. മോർഗൻ അത് വായിച്ചിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്രൈസ്ലർ V8 എഞ്ചിനാണ്. അതിന്റെ ശബ്ദം വളരെ ഉയർന്നതാണ്, അതായത് ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള ശബ്ദം പോലെ. പിന്നെ മാർവിന്റെ കയ്യിലെ വാച്ചിൽ നീല കളർ പെയിന്റ് പറ്റിയിട്ടുണ്ട്. അത് കാർ ഇടിച്ച് തെറിപ്പിച്ചപ്പോൾ പറ്റിയതാണ്. അത് വെച്ചാണ് മോർഗൻ പറഞ്ഞത് കാറിന്റെ കളർ നീലയാണെന്ന്, മലാഗ ബ്ലൂ. പിന്നെ അവിടെയുള്ള ടയർ മാർക്കുകൾ തമ്മിലുള്ള അകലം 69 ഇഞ്ചാണ്. അതൊരു അമേരിക്കൻ സ്പോർട്സ് കാറിന്റെ അളവല്ല. ജെൻസൺ ഇന്റർസെപ്റ്റർ ബ്രിട്ടീഷ് മെയ്ഡാണ്. അപ്പൊ ഇതെല്ലാം വെച്ചാണ് മോർഗൻ പറഞ്ഞത് മാർവിനെ ഇടിച്ച കാർ ജെൻസൺ ഇന്റർസെപ്റ്റർ മലാഗ ബ്ലൂ ആണെന്ന്. അപ്പൊ കാരഡക്ക് അങ്ങനെയാണെങ്കിൽ ആ കാർ ആ കാണുന്ന അപ്പാർട്ട്മെന്റിന്റെ പാർക്കിങ്ങിൽ കാണുമെന്ന് പറഞ്ഞ് ഒരു ബിൽഡിങ്ങിന്റെ നേരെ വിരൽ ചൂണ്ടുന്നു. അത് അവനെങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ ഇന്ന് സ്ട്രീറ്റ് ക്ലീനിങ് ദിവസമാണ്. അതായത് ഒരു കാർ പോലും സ്ട്രീറ്റിലുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങോട്ട് പോയ കാറാണെങ്കിൽ തിരിച്ചു പോയിട്ടുമില്ല. ഇതെല്ലാം വെച്ചാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അവരെല്ലാവരും ആ ബിൽഡിങ്ങിന്റെ പാർക്കിങ്ങിലേക്ക് ചെന്ന് അവിടെ തിരിഞ്ഞ് മൂടിയിട്ട നിലയിൽ ആ കാർ കണ്ടുപിടിക്കുന്നു. കാരഡക്കിന്റെ ഊഹം ശരിയായി. കാറിന്റെ ബമ്പർ ചളങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്പർ പ്ലേറ്റ് ഇല്ല, പെയിന്റിൽ പോറലും ഉണ്ട്. അങ്ങനെ മാർവിനെ ഇടിച്ച കാർ അത് തന്നെയാണെന്ന് അവർ ഉറപ്പിക്കുന്നു. മോർഗന്റെ ഊഹവും ശരിയായി. അപ്പൊ ആരാണ് മാർവിനെ കാർ ഇടിപ്പിച്ച് കൊന്നത്, എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം അറിയാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ സീരീസിന്റെ 9ാമത്തെ എപ്പിസോഡിന്റെ മുഴുവൻ കഥ കേട്ടാൽ മതി. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.